സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാകുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ വിശേഷപ്പെട്ട മാലകളെക്കുറിച്ചാണ്. ഓരോ മാലകൾക്കുമുണ്ട് ഓരോ പ്രത്യേകതകൾ. ഭഗവാന് പ്രിയപ്പെട്ട മാലകളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അലങ്കാരം വളരെ ഇഷ്ടപ്പെടുന്ന ഭഗവാനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാലകളാണ് ദിവസവും ഗുരുവായൂരപ്പനെ ചാർത്തുവാനായി ഒരുങ്ങുന്നത്. ഒരു ദിവസം തന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭഗവാൻ പുതിയ മാലകൾ ധരിച്ചാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ ഒരുക്കുന്നത്. തുളസി, തെറ്റി, നന്ദ്യാർവട്ടം, താമര എന്നിവയാണ് കണ്ണന് ചാർത്തുന്ന മാലകൾക്കായി പ്രത്യേകമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പൂക്കൾ. രൂക്ഷഗന്ധമുള്ളതും കടും നിറത്തോടു കൂടിയതുമായ പൂക്കൾ നാലമ്പലത്തിൽ പോലും ഉപയോഗിക്കാറില്ല. ഭഗവാന് ചാർത്താനുള്ള മാലകൾ ഓരോ കഴകക്കാരാണ് കൊണ്ടുവരാറുള്ളത്. 17 കഴക കുടുംബങ്ങളിൽ നിന്നാണ് ഭഗവാന് വേണ്ട മാലകൾ കെട്ടിക്കൊണ്ടുവരുന്നത്. ഭക്തജനങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്ന മാലകൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്താറില്ല. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാലയാണ് വനമാല. അതിനുമുണ്ട് പ്രത്യേകത. തെറ്റിയും തുളസിയും താമരയും ഇടവിട്ട് കെട്ടി തയ്യാറാക്കുന്നതാണ് വനമാല. ഗുരുവായൂരപ്പൻ്റെ കേശം മുതൽ പാദം വരെ ചാർത്തുന്ന മാലയാണ് ഉണ്ടമാല. തുളസി മാത്രവും തെച്ചി മാത്രമായും അല്ലെങ്കിൽ തെറ്റിയും തുളസിയും ചേർത്തുണ്ടാക്കുന്നതാണ് ഈ മാല. ഇതൊക്കെ കൂടാതെ ഭഗവാന്റെ കിരീടത്തിൽ ചാർത്തുന്ന ചെറിയ മാലയാണ് തിരുമുടി മാല. അതുപോലെ തന്നെ ശീവേലി, ഏകാദശി ദിവസത്തിലെ ശീവേലിയിലെ തങ്കത്തിടമ്പിൽ ചാർത്തുന്ന മാലയാണ് തിടമ്പുമാല. തെറ്റിയും നന്ദ്യാർവട്ടവും കൂടി ചേർത്താണ് ഈ മാല കെട്ടാറുള്ളത്. നാലമ്പലം അലങ്കരിക്കുന്ന മാലയാണ് തുളസി കൊണ്ടുള്ള പിരിമാല. അതിനെ പറയുന്ന പേരാണ് നിറമാല എന്ന്. ഉണ്ടമാലയും തിരുമുടിമാലയുമൊക്കെ ഭക്തജനങ്ങൾക്ക് വഴിപാടായി ചീട്ടാക്കാവുന്നതാണ്. രാത്രി ഭഗവാനെ ചാർത്തിയ മാലയാണ് രാവിലെ നമ്മൾ നിർമ്മാല്യ സമയത്ത് കാണുക. നിർമ്മാല്യ സമയത്തെ മാല അഴിച്ചു മാറ്റിയാണ് വാകച്ചാർത്തും അഭിഷേകവും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും എന്നത്തെയും പോലെ തന്നെ പുതിയ പുതിയ മാലകൾ ഭഗവാനെ അണിയാറുണ്ട്. വനമാല എന്നുള്ളത് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട മാലയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ വനമാല വഴിപാടായി ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠകരമാണ്. ഭഗവാന് വനമാല വഴിപാട് ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠകരമാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തുന്നതിന് വേണ്ടി ഭഗവാനെ വനമാല വഴിപാടും അതുപോലെ തന്നെ പാൽപ്പായസവും നെയ് വിളക്കും കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ്. നിങ്ങൾ എന്താ കാര്യമാണോ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നടത്തേണ്ടത്, അതിനായി ഭഗവാനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഭഗവാന് പാൽപ്പായസവും നെയ്വിളക്കും അതുപോലെ തന്നെ വനമാലയും ചാർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒരു ലാഭേച്ഛയുമില്ലാതെ നമ്മുടെ ആ ആഗ്രഹം നല്ല രീതിയിലുള്ള ആഗ്രഹമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഭഗവാൻ അത് തീർച്ചയായും നടത്തി എന്നുള്ളത് ഏതറ്റം വരെ പോയിട്ടായാലും ഭഗവാൻ നമുക്ക് ആ ഒരു ആഗ്രഹം സാധിപ്പിച്ച് തരും എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഈ ഒരു വഴിപാട് ചീട്ടാക്കി ചെയ്യാവുന്നതാണ്. വളരെ പ്രിയപ്പെട്ട മാലയാണ് വനമാല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാൽപ്പായസം ഭഗവാന് ഏറ്റവും പ്രിയമുള്ള ഒന്നാണ്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ തിരുമുടിമാലയും ഉണ്ടമാലയൊക്കെ ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കാവുന്നതാണ്. അതും കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന് വേണ്ടി ഷീട്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിന് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ വഴിപാടുകളാണ് ഈ പറഞ്ഞ 3 വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കി നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റവും ഫലവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് വഴിപാടുകളും അർച്ചനകളുമൊക്കെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട
വളരെയധികം അതിശക്തമായിട്ടുള്ള വഴിപാടുകൾ തന്നെ ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ വരും വീഡിയോസിൽ നിങ്ങളുമായി പങ്കുവയ്ക്കും. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്ത ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അധ്യായം, ഈ ചെറിയ അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.